ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു റമദാൻ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു വെല്ലുള്ളി, 4 പച്ചമുളക്, പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള 2 ഉരുളക്കിഴങ്ങുമാണ്, പിന്നെ പുഴുങ്ങിയിട്ടുള്ള 2 മുട്ടയും. ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒരു ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇത് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെഷീനാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് എല്ലാം കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് സമൂസയ്ക്ക് കരിയുന്നത് പോലെ കൊത്തി അരിഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായി നമ്മൾ ചെറുതാക്കി കൊത്തി അരിഞ്ഞതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി പുഴുങ്ങി വെച്ച മുട്ട, ഒരു മുട്ട 8 കഷ്ണമാക്കി വെക്കുക. അതുപോലെ വേവിച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊരു പാൻ വെച്ചിട്ട് അല്പം എണ്ണ ചൂടാക്കിയിട്ട് ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ബിരിയാണി മസാല, 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. പെപ്പർ ഇനി നമ്മുടെ എരിവിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ മിക്സെല്ലാം നല്ല വാടി വന്നതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതുകൊണ്ട് ഒരുപാടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഈ മിക്സും ഇത് ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് ഇറക്കി വയ്ക്കാം. ഇനി ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്ത് അല്പം വെള്ളമാക്കി ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് അതിന് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു എഗ്ഗിൻ്റെ പീസും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അല്പം കൂടെ മസാല വെച്ച് കൊടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ 4 വശവും കൂടെ ഉള്ളിലേക്ക് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് 2 കൈ കൂടെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഒന്നിങ്ങനെ അമർത്തി പിടിച്ചാൽ മതി. അങ്ങനെ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബ്രെഡ് കൂടി വരുന്നില്ലെങ്കിൽ അല്പം കൂടെ വെള്ളം ആ ബ്രൗൺ കളറിലെടുത്ത് ഒന്നും കൂടെ ആക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും ഒരു ബോൾ പോലെ ആയി കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുക്കിങ്ങും ക്രാഫ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. ഇനി ബാക്കി വരുന്ന പീസുകളെല്ലാം കൂടെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബോൾ പോലെ തന്നെ വിട്ടു പോകുന്നില്ല. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലിട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. നല്ല മുരിച്ചിലോട് കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റമദാനിന്. അപ്പോൾ ദേ നമ്മുടെ മുട്ടപ്പൊതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വിഭവങ്ങളുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.